എല്ലാവർക്കും ട്രാവൽ വൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം നഗരത്തിലെ അടിപൊളി ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആയ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെ കാഴ്ചകളും ടൂറിസ്റ്റ് ഇൻഫർമേഷനും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനടുത്തുള്ള ഉള്ളൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ നമുക്ക് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലെത്താം. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ പ്രവേശിക്കാൻ കഴിയും. തറയോടൊക്കെ പാകി നല്ല വൃത്തിയായിട്ട് എൻട്രി ഗേറ്റിന്റെ ഭാഗമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. ചെറിയ ചെടികളൊക്കെ വെച്ച് ഇവിടെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. 30 രൂപയാണ് എൻട്രി ഫീ. കുട്ടികൾക്ക് 20 രൂപയാണ് ഫീസ്. മറ്റേതെങ്കിലും ആക്ടിവിറ്റികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നുള്ള ബോർഡിൽ ആക്ടിവിറ്റികളും അതിൻ്റെ റേറ്റും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് വേണം പോകാൻ. അല്ലെങ്കിൽ മേളിൽ പോയിട്ട് നമ്മൾ ആക്ടിവിറ്റി കൗണ്ടറിൽ അവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തിരിച്ച് ഇതേ സ്പോട്ടിൽ എത്തേണ്ടി വരും. അങ്ങനെ എൻട്രി ടിക്കറ്റൊക്കെ എടുത്ത് സെക്യൂരിറ്റിയെ ടിക്കറ്റൊക്കെ കാണിച്ച ശേഷം അകത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യം കാണാൻ കഴിയുന്നത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കാണ്. കൊച്ചു കുട്ടികളുമായി വരുന്നവർക്ക് ഫൺ അടിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടമാണിത്. കുട്ടികൾ കളിക്കുമ്പോൾ മുതിർന്നവർക്ക് ഒരല്പം സൊറ പറഞ്ഞിരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ആംബിയൻസ് ഈ ചിൽഡ്രൻസ് ഏരിയയിൽ ഒരുപാടുണ്ട്. ഈ ഏരിയയിലുള്ള ആക്ടിവിറ്റികളൊക്കെ ഫ്രീ ആണ്. ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഒരു സൈഡിൽ ഒരു ട്രാക്ക്ലെസ് ടോയ് ട്രെയിനൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് 50 രൂപയും മുതിർന്നവർക്ക് 80 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ്. ഇതൊരല്പം കൊള്ളയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ടോയ് ട്രെയിൻ സ്പോട്ടിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ താഴേക്ക് ഇറങ്ങിയാൽ സ്വിമ്മിംഗ് പൂള്, എയർഫോഴ്സ് മ്യൂസിയം, ബോട്ടിങ്, മ്യൂസിക്കൽ ഫൗണ്ടൻ ഏരിയയിലോട്ടൊക്കെ നമുക്ക് പോകാം. ഇവിടെ ബോട്ടിംഗ് ചെയ്യുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് ചാർജ്. ബോട്ടിംഗ് പോയിന്റ് തൊട്ടടുത്തായി ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാൻ ചാർജ് ചെയ്യുന്നത്. സ്വിമ്മിംഗ് പൂളിനോട് ചേർന്ന് തന്നെ ഒരു എയർഫോഴ്സ് മ്യൂസിയവും ഉണ്ട്. 50 രൂപയാണ് എയർഫോഴ്സ് മ്യൂസിയത്തിൽ കയറുന്നതിനുള്ള ചാർജ്. ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഈയിടെ പണി കഴിപ്പിച്ച ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ കഴിയും. 75 അടി ഉയരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഗ്ലാസ് ബ്രിഡ്ജിന് 52 മീറ്റർ നീളമുണ്ട്. 1.2 കോടി മുടക്കി നിർമ്മിച്ച ഗ്ലാസ് ബ്രിഡ്ജിൽ ഈയിടെ 1-2 തവണ പൊട്ടലുണ്ടായതുകൊണ്ട് തന്നെ ആർക്കും ഉപകാരമില്ലാതെ ഇവിടെ കിടക്കുകയാണ്. എന്തായാലും താഴെ നിന്നുള്ള ഇതിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. ഐ ലവ് ട്രിവാൻഡ്രം എന്ന പോയിന്റും ഒക്കെ ഇവിടെ കാണാം. പാർക്കിൻ്റെ മുകളിലുള്ള ആക്ടിവിറ്റി സോണിലാണ് ഈ പോയിന്റ് ഉള്ളത്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ആക്ടിവിറ്റി സോണിലേക്ക് പോകുന്ന വഴിയിൽ ഐ ലവ് ആക്കുളം വില്ലേജ് എന്നൊരു ഫോട്ടോ പോയിൻ്റൊക്കെ ഉണ്ട്. ഈ ചെറിയ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലേക്ക് പോയാൽ നമുക്ക് ആക്ടിവിറ്റി സോണിലെത്താം. ആക്ടിവിറ്റി സമയത്ത് ഇടയ്ക്ക് വിശ്രമിക്കാൻ നല്ല ഭംഗിയുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. ചെറിയ മഴയൊക്കെ പെയ്താലും നനയാതിരിക്കാനുള്ള സെറ്റപ്പ് ഈ ഇരിപ്പിടങ്ങൾക്കുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ട ചിൽഡ്രൻസ് പാർക്കിൻ്റെയും സ്വിമ്മിംഗ് പൂളിൻ്റെയും എയർഫോഴ്സ് മ്യൂസിയത്തിൻ്റെയൊക്കെ മുകളിൽ നിന്നുള്ള കാഴ്ച നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയായി ഡെവലപ്പ് ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് ഇതിന് പൊട്ടലുണ്ടായതുകൊണ്ട് തന്നെ പ്രവേശനമില്ല. ഗ്ലാസ് ബ്രിഡ്ജ് അല്ലാതെയുള്ള ആക്ടിവിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആർച്ചറിയും ഷൂട്ടിംഗ് റേഞ്ചും ഒക്കെയാണ്. അമ്പ് ചെയ്യാനും വെടിവെക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് തങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനുള്ള ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. ചെറിയ കുട്ടികളുടെ ഒരു സോഫ്റ്റ് പ്ലേ സെൻറ്ററും ഇവിടെയുണ്ട്. ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട സോൺ 12D തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മൂവിംഗ് സീറ്റൊക്കെ ഉള്ള 12D തിയേറ്ററിനോട് ചേർന്ന് തന്നെ ഒരു ഗെയിമിംഗ് സോൺ കൂടിയുണ്ട്. മോട്ടോ GP അടക്കമുള്ള നിരവധി എൻ്റർടൈൻമെൻറ്റ് ഗെയിമുകൾ ഈ ഗെയിം സോണിലുണ്ട്. ബങ്കി ട്രംബോളിനും വിവിധ രീതിയിലുള്ള സ്കൈ വാക്കുമൊക്കെ പാർക്കിലെ മറ്റ് പ്രത്യേകതകളാണ്. ഇതിനെല്ലാം സെപ്പറേറ്റ് ചാർജാണ്. വലിയ റിസ്ക് ഇല്ലാത്ത ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റികളെല്ലാം പ്രധാനമായും വൈകുന്നേര സമയങ്ങളിലാണ് ആക്റ്റീവ് ആകുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം കണ്ട ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ ആക്ടിവിറ്റി സോണിലെത്താൻ. തിരുവനന്തപുരം നഗരത്തിൽ വന്നിട്ട് കുട്ടികളുമായിട്ട് അടിച്ചു പൊളിക്കാൻ നിങ്ങളൊരു ബെറ്റർ സ്ഥലം തിരയുകയാണെങ്കിൽ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ എല്ലാവർക്കും ആക്കുളത്തെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.